ബ്രോം സ്റ്റോക്കർ രചിച്ച വിശ്വവിഖ്യാതമായ ഡ്രാക്കുള എന്ന കൃതിയെ അടിസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര ടെലിവിഷൻ ആവിഷ്കാരം. എനിക്ക് ആ ചോരയുടെ മണം കിട്ടുന്നുണ്ട്. എനിക്ക് പേടിയൊന്നു. പ്രിയപ്പെട്ട എൻ്റെ കേരള മക്കളെ, നമ്മുടെ കേരള നാട്ടിലെങ്കിൽ ഡ്രാക്കുള എന്ന പേരായിട്ട് ഒരു ചോരക്കൊതിയൻ, അല്ലെങ്കിൽ ഒരു രക്തരക്ഷസ്, അതുമല്ലെങ്കിൽ ഒരു ഭീകരൻ വേട്ടയ്ക്കിറങ്ങിയിരിക്കുന്നു. അവനെ ഒതുക്കുവാനായിട്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കഥനാരച്ചൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കള്ളിയങ്കാട്ടിൽ നീലി, കുഞ്ഞാടെ, നീ എന്ത് ചെയ്യുകയാണ്? നീ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത്? ബ്രെയിൻ ജ്യൂസ് കുടിക്കുകയാണോ നീലി? നീ ഒരു സുന്ദരിയാണ് നീലി. മകളെ, നിന്നെ ബാധിച്ചിരിക്കുന്ന പ്രേതാത്മാവ് ഇപ്പോൾ പണിയില്ലാതെ നടക്കുന്ന ഏതോ സിനിമാ നടിയുടേതാണ്. ഞാൻ നിനക്ക് അതിൽ നിന്ന് മോചനം തരുന്നതാണ്. അങ്ങ് എന്തിനാണ് എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടൂടെ? പ്രേതാത്മാവേ, ദൂരെ പോ. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്റെ ജനനമോ ജീവിതമോ മരണമോ ഒന്നും ഒരു മതത്തിന്റെയോ ദൈവത്തിന്റെയോ നിയമങ്ങൾ അനുസരിച്ചിട്ടുമല്ല. നിങ്ങൾ കൊണ്ടുപോകാൻ വന്ന ഈ ആത്മാവില്ലേ, ഇത് ഒരു ദൈവം എനിക്ക് അച്ചാരമായി തന്നതല്ല. ഒരു ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കേണ്ട കാര്യമില്ല. കടന്നു പോവാൻ. മേലാൽ എന്നെ ഇല്ലാതാക്കാൻ ഒരുമ്പെട്ടാൽ ഓർത്തോ, ഒരു ശവപ്പെട്ടി കൂടി പണിയേണ്ടി വരും. കത്തനാർക്ക് അയ്യോ നീലി, കുഞ്ഞാടെ, എന്നെ താഴെ ഇറക്കൂ. പ്രേക്ഷകർ സൂക്ഷിക്കുക. കേരളം മുഴുവൻ ഭീകരതയുടെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ട് രക്തദാഹിയായ ഡ്രാക്കുള പ്രഭു തന്റെ നരനായാട്ട് തുടങ്ങിയിരിക്കുന്നു. ഹൊറർ സീരിയൽ സംവിധായകർ പേടിക്കേണ്ടതില്ല. ഡ്രാക്കുള പ്രേതങ്ങളെ ഉപദ്രവിക്കാറില്ല. ആഗ്രഹങ്ങൾ സാധിക്കാതെ അകാലമൃത്യു അടഞ്ഞവരുടെ ആത്മാക്കളെ സൂക്ഷിക്കണം. അവറ്റകള് ശാന്തി കിട്ടാതെ അലഞ്ഞു പോയി വാതിലടയ്ക്കണ. പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ? നമ്മളിപ്പോ കണ്ടതല്ലോ. അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. പ്രേതമൊന്നും അല്ല. വിശ്വാസം പാടില്ല. നമുക്ക് വെറുതെ തോന്നിയതാണേ, അല്ലാതെ പിന്നെ